ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇപ്പോൾ ഉറങ്ങി അടിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് ബ്രഷ് ചെയ്യണം, ചായക്കന്നങ്ങ് ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് കോൺസുലേറ്റിൽ പോകാനുണ്ട്. പോകണോ അല്ലേ? വേറെ ഡേറ്റ് കോൺസുലേറ്റിൽ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന്. ഉറക്കം കഴിഞ്ഞിട്ട് ഉറക്കം പെരുന്നാതിയിൽ ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞോ, അത് വേറെ കാര്യമോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് പല്ലെല്ലാം തേച്ചിട്ട് ചായ കുടിച്ചിട്ട് പോവാം. നമുക്ക് വാ. നല്ല ഉറക്കം വരും. ഗൈസ്, അപ്പോൾ നമുക്കിന്ന് ചായക്ക് മുട്ടക്കറി ഉണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് വേഗം ദോശ ഉണ്ടാക്കാം. ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ദോശ ആയിരിക്കുക. നമ്മളെടുത്ത് ഉഴുന്ന് ദോശേനേക്കാളും കൂടുതൽ നമ്മൾ അരി ദോശയാണ് ഉണ്ടാക്കുന്നത്. അതായത് പച്ചരി എന്നല്ലേ പറയുന്നത്, വൈറ്റ് റൈസ് പച്ചരി. അത് കുതിർത്ത് വെക്കും. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ അത് കുതിർത്ത് വെച്ച് ഇന്നിപ്പോൾ രാവിലെ എണീച്ച് കഴുകി അരച്ച് തേങ്ങയിട്ട് ദോശ ഉണ്ടാക്കാം. നമ്മൾ അരപ്പിടാൻ റെഡി. നമുക്ക് 4 ദോശ മതിയാവും, 4 5 4 മതിയാവും തോന്നുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാം, കാരണം ഓൾറെഡി ലേറ്റായി. അപ്പോൾ ചായയെല്ലാം കുടിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ വേഗം പോയിട്ട് റെഡി ആയിട്ട് കാണാം. ഞാൻ റെഡിയാകുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കാരണം അതെല്ലാം എടുത്തു കഴിഞ്ഞെങ്കിൽ ഇനിയും ലേറ്റ് ആവും. സോ ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം. എടാ, ഞാനപ്പോൾ റെഡിയായി, മുന്നോട്ടിന് റെഡിയായി. ഇനി നമുക്ക് വേഗം പോകാം. നല്ല ട്രാഫിക് ഉണ്ടാവും അല്ലേ? നോക്കിനാ ട്രാഫിക്ക്. ദുബായിൽ നിന്ന് ഷാർജയിൽ നിന്ന് ദുബായിക്ക് പോകുമ്പോൾ ആകെ ഒറ്റ പ്രശ്നമില്ല, ഭയങ്കര ട്രാഫിക്കായിരിക്കും. എല്ലാ സമയത്തല്ല, ഇപ്പം എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമല്ലായതുകൊണ്ട് രാവിലെ ഒരു 10-11 മണി വരെ ഭയങ്കര ട്രാഫിക്കായിരിക്കും ദുബായിക്ക്, ഷാർജയിൽ നിന്ന്. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ദുബായ് ടു ഷാർജ ഒരു 3 മണി മുതൽ രാത്രി ഒരു 8-9 മണി വരെ, ഒരു 4 മണി മുതൽ 8-9 മണി വരെ സാലിക് റോഡെല്ലാം ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് വേഗം പോവാം. എന്തായാലും നമുക്ക് ട്രാഫിക്ക് കിട്ടും, പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പോൾ നമുക്ക് വേഗം പോവാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും റെഡിയായി. മുന്നേട്ടാ ലാപ്ടോപ്പെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ലേറ്റ് ചെയ്യും, അപ്പോൾ നമുക്കിനി വേഗം പോവാം. ഇനിയും ലേറ്റ് ആയാലും ശരിയായില്ല, നമ്മളവിടെ കിട്ടൂല. വേഗം പോവാം ഗൈസ്. അയ്യോ, ഷാർജയിൽ ചൂട് തുടങ്ങി. ഇത്രയും ദിവസം നമുക്കങ്ങനെ അറിഞ്ഞിട്ടാ. ഇന്ന് നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്, നല്ലോണം ചൂടുണ്ട്. നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തി. ആരെടുക്കുന്നേ? ഈ ചെരുപ്പിട്ടിട്ട് പറ്റുമോയെന്ന് അറിയില്ല. നിങ്ങൾക്കെന്തേ? ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ എത്തി. മനുവേട്ടനീൻ്റെ അകത്ത് കയറി. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം ഇവിടെ നല്ല സൗണ്ട് ഉണ്ട്. മനുവേട്ടൻ അതിൻ്റെ ഉള്ളിൽ കയറി, ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുറത്ത് വെച്ചാൽ കുറച്ച് ഇപ്പുറത്ത്, എവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ചിങ്ങനെ നടക്കാമെന്ന്. വലിയ തിരക്കില്ല, അതുകൊണ്ട് തന്നെ മനുവേട്ടൻ പെട്ടെന്ന് വരുമായിരിക്കും. ഞാൻ ക്യാമറ എന്താ ഇങ്ങനെ താഴെ പിടിക്കുന്നത് വെച്ചെങ്കിൽ ഇവിടെ ഫുൾ ആൾക്കാരുണ്ട്. അവരെല്ലാം എന്നെ നോക്കുന്നു ക്യാമറ കാണുമ്പോൾ. ഇനിയിപ്പോൾ മനുവേട്ടനിപ്പോൾ പെട്ടെന്ന് വരും. പിന്നെ നമുക്ക് എവിടെയും പോകാനില്ല, ഡയറക്റ്റ് വീട്ടിലേക്ക് പോവാം. ഇന്ന് പിന്നെ വേറെ എവിടെയും പോകാനില്ല, പിന്നെ നമുക്ക് ഡയറക്റ്റ് റൂമിലേക്ക് തന്നെ പോവാം. നോക്കൂ, ആരാ വന്നിരിക്കുന്നേ? മനുവേട്ടനെത്തി. പോവാല്ലേ നമുക്കിനി? ലെറ്റ്സ് ഗോ. ഞാൻ
ഗൈസ് നമ്മളങ്ങനെ എത്തി, റൂമിലേക്ക് എത്തിയിട്ടാണ്. എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണം റൂമിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിനായിട്ട് അടുക്കളയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. എനിക്കങ്ങനെ കാക്കങ്ങനെ പ്രശ്നമല്ല, ഇപ്പായിട്ട് എന്തോ ഒരു പ്രശ്നം, വയസ്സായതിൻ്റെതായിരിക്കണം. കുറേ സമയം നിൽക്കുമ്പോൾ കാലിൻ്റെ അടി ഭയങ്കര വേദനിക്കുന്നതല്ലേ. അപ്പോൾ ഒരു ചെരുപ്പിട്ട് നിൽക്കാൻ തോന്നുന്നു. ചെരുപ്പിട്ട് നിൽക്കുമ്പോൾ അത്ര അറിയില്ലാന്ന് തോന്നുന്നു. മുന്നേ ഒരു പ്രാവശ്യം എനിക്ക് ഇതേപോലെ ഉണ്ടായിട്ട് ചെരുപ്പ് വാങ്ങിച്ചിന്. പക്ഷെ ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടു. അത് പിന്നെ ഓടുത്തു തോന്നുന്നു ആ ചെരുപ്പ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിക്കണം. ഇന്നലെല്ലാം ഭയങ്കര വേദന, കുറേ സമയം നിൽക്കുമ്പോൾ കാലിൻ്റെ അടി പിന്നെ കുത്താൻ പറ്റാത്ത പോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെരുപ്പ് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. ചെരുപ്പ് വാങ്ങിച്ചിട്ട് റൂമിൽ പോയിട്ട്, ഇത് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ, എന്നിട്ട് റൂമിൽ പോയിട്ട് കഞ്ഞി വെച്ചിട്ടാ പോയിട്ട് കഞ്ഞി വെക്കണം, ചോറ് വെക്കണം. കുറച്ച് തൈരുണ്ട്, മോരുകറി ആക്കാം അല്ലേ ഓനേട്ടാ? പപ്പടം മേടിക്കാം, മോരുകറിയും പപ്പടം, സിമ്പിൾ ലഞ്ച് അങ്ങനെ. അപ്പോൾ കഴിച്ചപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേഗം ചെരുപ്പ് വാങ്ങിക്കാൻ പോവാം. ഏത് ചെരുപ്പ് എടുക്കണം? അങ്ങനത്തെ മതി. കിട്ടോ പറ. ആണല്ലേ? ആണ്. മൊബൈലിൻ്റെ അടുത്തോ? ഞാൻ എടുത്തിട്ട് കാണിക്കാം. ചെരുപ്പെടുത്തു, കുറേ നോക്കി, ലാസ്റ്റൊക്കെ ഇത് മതി കാരണം ഭയങ്കര ലൂസായിട്ടിരിക്കണം. നമ്മളങ്ങനെ റൂമിലെത്തി. പുറത്ത് ഭയങ്കര ചൂട്, ഭയങ്കര വെയിലും ഭയങ്കര ചൂടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ പോകുമ്പോൾ ചോറൊന്നും വെച്ചിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ചോറ് വെക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് പേര് ഉണ്ടാക്കും, വർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെന്ന് ഇടാനില്ലേ. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ആദ്യം ഡ്രസ്സ് മാറ്റിയിട്ട് ഫുഡ് ഉണ്ടാക്കാം. രാവിലെ പോണ്ട തിരക്കിൽ എല്ലാ പാത്രവും ഇട്ടിട്ട് പോയത്. ഇനി ഇതെല്ലാം ക്ലീൻ ആക്കണം. ഓ മൈ ഗോഡ്. ഫസ്റ്റ് നമുക്ക് വേഗം ചോറ് വെക്കാം, എന്നിട്ട് പാത്രം വയ്ക്കാം. ഓക്കെ, ഇനി അരി തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാത്രങ്ങളെല്ലാം ഇട്ടിട്ട് കറങ്ങുന്ന പോലെ, മറ്റേ യൂട്യൂബിലെല്ലാം കാണുന്നില്ലേ, ടിഷ് നോക്കുമ്പോൾ ക്ലീൻ ആകുന്ന പോലെ, അതുപോലെ ആക്കാം. അതുപോലെ ആക്കണമെങ്കിൽ ഇപ്പോൾ കഴുകി തേച്ചരച്ച് കഴുകണ്ടേ. ഗൈസ്, അങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് മോരുകറി ഉണ്ടാക്കാം. ഇപ്പോൾ കുറേ മോരുകറി ഉണ്ടാക്കാത്ത. അപ്പോൾ കുറച്ച് തൈരായിട്ട് തന്നെ ഉണ്ട് നമ്മുടെ കയ്യിൽ. മറ്റേ യോഗേട്ടല്ല, അല്ലാണ്ടുള്ള തൈര് തന്നെ ഉണ്ട്. അപ്പോൾ തോന്നുന്നു മോരുകറി ഉണ്ടാക്കാമെന്ന്. അതാകുമ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും. എടുത്ത പാത്രങ്ങൾ അപ്പത്ത് തന്നെ കഴുകി വെച്ചിട്ട് നമുക്ക് പണി കുറയും. എന്നോട് വീട്ടിൽ നിന്ന് എപ്പോഴും അമ്മ പറയുന്ന കാര്യമാണ്, സോ ലേറ്റ് ആക്കണ്ട, ഇപ്പം തന്നെ കഴുകി വെക്കാം. നമ്മുടെ മോരുകറി റെഡിയായി. ഗൈസ്, ഇപ്പം ഞാൻ ക്യാമറ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്കിപ്പോൾ ചോറരിക്കണം. ഇപ്പുറത്ത് വെച്ചിട്ടാകുമ്പോൾ വലിയ ലൈറ്റ് കിട്ടുന്നില്ല. ആ ലൈറ്റ് വരുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഒരു ഇതായ പോലെ. അപ്പോൾ നമ്മൾ കറി റെഡിയായി. ഇനിയിപ്പോൾ ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചോറൊന്ന് അരിച്ചു വെക്കാം.
ഓക്കെ അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. വിശക്കണോ സമയം എത്രയായി? 2 മണിയായി. അങ്ങോട്ട് കഴിക്കാം. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. പൊതുവെ ഇപ്പോൾ നമ്മൾ ഉച്ചക്കൊന്നും അങ്ങനെ ഫുഡ് കഴിച്ചാൽ ഉറങ്ങലില്ല. മുന്നേ ഉറങ്ങിക്കൊണ്ടുണ്ടായിരുന്നു ഒരു സമയത്തെല്ലാം കേട്ടാ ഫുഡ് കഴിച്ചെങ്കിൽ കുറച്ച് സമയം പോയിട്ട് കിടന്നുറങ്ങാനുണ്ടായിന്. പക്ഷേ ഇപ്പോൾ ഉറങ്ങലൊന്നും ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് അങ്ങനെ ഉച്ചക്ക് ഉറങ്ങലില്ല. ഇനിയിപ്പോൾ കുറച്ച് സമയം ഫോൺ നോക്കണം, കുറച്ച് യൂട്യൂബ്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക് എല്ലാം കുറച്ച് വീഡിയോസ് എല്ലാം കുറച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻവോയ്സ് അടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നിടാനിലെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്, ഇൻസ്റ്റയിൽ ഇടാനിലെ. അപ്പോൾ അത്ര പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ ഞാനിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അതുവരെ ഒന്നുമില്ല, ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഫോൺ നോക്കും. പിന്നെ അത് മാത്രമല്ല ഇതിൽ ചാർജും ഇല്ല, ചാർജിന് വെക്കണം. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷേ ഉറങ്ങൂല. കാരണം ഒരിക്കൽ നമുക്ക് ഉറങ്ങിയിട്ട് സുഖം കിട്ടിയാൽ പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങും. മുന്നേ അങ്ങനെയായിരുന്നു, എപ്പോഴും ഉറക്കം വരും. എന്നിട്ട് ഉച്ചയ്ക്ക് കുറച്ച് സമയം ഒരു 10-20 മിനിറ്റെങ്കിൽ 20 മിനിറ്റ് അങ്ങനെ ഉറങ്ങും. ഉറങ്ങി എണിച്ചാൽ പിന്നെ തലവേദനയായിരിക്കും, ആകെ പ്രശ്നമാണ്. അതുകൊണ്ടൊന്നും ഉറങ്ങുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ തീരുമാനം. എന്തോ കാര്യമായിട്ട് പരിപാടി ഉണ്ട്. നമുക്കിനി ചായ കുടിക്കാം. ഇനി ചായ കുടിച്ചിട്ട് ഒന്നുമില്ല, ചായ കുടിച്ചിട്ടൊന്നുമില്ല. ചായ കുടിച്ചിട്ട് കുറച്ച് സമയം നമുക്ക് ഞാൻ വീഡിയോ അത് എഡിറ്റ് ആക്കാനുണ്ട്, അത് എഡിറ്റ് ആക്കാം. അതിന് ശേഷം നമുക്ക് രാത്രിക്കുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാം. എന്നിട്ടൊന്ന് നടക്കാൻ പോകണം. എനിക്കിന്ന് തല കുളിക്കേണ്ട ദിവസമാണ്. തല നല്ല വേദന എടുക്കുന്നു. ചായ എന്താ കഴിവ് ഓക്കെ. ഞാനങ്ങനെ എൻ്റെ എഡിറ്റിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞു. വീഡിയോ എല്ലാം ഇൻസ്റ്റയിലിട്ടു, യൂട്യൂബിലിടേണ്ടത് യൂട്യൂബിലിട്ടു. പിന്നെ ഇനിയിപ്പോൾ നമുക്കൊന്ന് അബുഹയിൽ പോകാനുണ്ട്. അപ്പോൾ ഒന്ന് വേഗം കുളിച്ചിട്ട് അബുഹയിൽ പോകാം. ഞാൻ ആദ്യം വിചാരിച്ചാൽ വന്നിട്ട് കുളിക്കാമെന്ന്, പിന്നെ ശരിയാവില്ല. മുടി ഇപ്പോൾ തന്നെ ഒരു എണ്ണ പോലെ ഉണ്ട്. എനിക്ക് തന്നെ എന്തോ ആണ്. ഞാൻ 2 ദിവസത്തിലൊരിക്കലാണ് തല കുളിക്കൽ. 3 ദിവസത്തിലൊരിക്കൽ, 2 ദിവസത്തിലൊരിക്കൽ, അങ്ങനെയാണ് ഞാൻ തല കുളിക്കൽ. പിന്നാണ് എൻ്റെ തല കുളിക്കേണ്ട ദിവസം വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് വന്നിട്ട് കുളിക്കാം, പോയിട്ട് വന്നിട്ട് കുളിക്കാമെന്ന്. പിന്നെ നമുക്കൊന്ന് ഇപ്പോൾ കുളിക്കാം. അബുഹയിൽ നമുക്ക് പാസ്പോർട്ട് കളക്ട് ചെയ്യാനാണുള്ളത്. അപ്പോൾ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ട. അപ്പോൾ അശ്വിനിയും മിതുവേട്ടനും ആമിയും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം പോയിട്ട് കുളിച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് എണ്ണയെല്ലാം തേച്ച് കുളിക്കണം എന്ന് വിചാരിച്ചിന്. പക്ഷേ എണ്ണ തേക്കാൻ നിന്നെങ്കിൽ ഇനി ലേറ്റ് ആവും, കാരണം നമുക്ക് അത്ര സമയമില്ല. അപ്പോൾ വേഗം ഒരു കുളിക്കാം. നാളെ എല്ലാം മറ്റൊന്ന് നമുക്ക് എണ്ണ തേച്ച് ഡീറ്റെയിൽ ആയിട്ട് കുളിക്കാം. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നു. എൻ്റെ ഈ കൊലാരം നോക്കണ്ട, മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് തോർത്ത് തലയിൽ കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വിളക്കത്തിക്കണം. നോർമലി കുളിച്ചിട്ട് വന്നിട്ടാകുമ്പോൾ കണ്ണ് എഴുതലൊന്നുമില്ല. ഇതിപ്പോൾ പോകേണ്ടതുകൊണ്ട് ജസ്റ്റ് കണ്ണൊന്ന് എഴുതി കുറേയിട്ടതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് വിളക്കത്തിക്കണം. എന്നിട്ട് നമുക്ക് മുടിയൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ മുറിയല്ല, പൂജാ സ്പേസ്. കണ്ണനുണ്ട്, അയ്യപ്പസ്വാമിയുണ്ട്, ഗണപതി ഉണ്ട്. പിന്നെ ഇത് കണ്ട ഇവിടെ കുഞ്ഞൊരു അയ്യപ്പനുണ്ട്, ഗണപതി ഉണ്ട്. ഓക്കെ, നമുക്ക് വിളക്കത്തിക്കാം. ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ പോലെ ഇനിയിപ്പോൾ ഞാൻ ക്യാമറ എടുക്കുന്നില്ല, ഫോണിൽ ഷൂട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ നേരെ അബുഹയിൽ പോന്നു. അവിടുന്ന് പാസ്പോർട്ട് നമ്മൾ നേരെ അശ്വിനിയുടെ അടുത്ത് പോന്നു. ആമിച്ചുനെ കാണുന്നു, അവരെല്ലാം കൂട്ടിയിട്ട് നമ്മൾ അബുഹയിൽ പോന്ന് പാസ്പോർട്ട് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നത്. മസാല ദോശ അല്ലേ, കുറേ ആയല്ലോ കേട്ടോ ശരിക്കും പറഞ്ഞാൽ മസാല ദോശ കഴിക്കാണ്ട്. എനിക്കൊന്ന് ലാസ്റ്റ് കഴിച്ചത് മിതുവേട്ടൻ്റെ ഒക്കെ അശ്വിനിയിലേക്കും പോയിട്ട് തന്നെയെന്ന് തോന്നുന്നു. അതിന് ശേഷം മസാല ദോശ നമ്മൾ കഴിച്ചിട്ട് ഗൈസ് ഞങ്ങളങ്ങനെ ഇറങ്ങി. നമ്മളൊരു ക്യാമറ വാങ്ങിച്ചു. എന്ത് ക്യാമറ? നമ്മളൊരു വൈഫൈ ക്യാമറ വാങ്ങിച്ചു. ബ്രാൻഡ് സാധനം ആയതുകൊണ്ട് തന്നെ വാങ്ങിച്ചതാണ്. പിന്നെ ഈ ടെക്നിക്കൽ ആയതുകൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഭയങ്കര യൂസ് ചെയ്യുന്നോ ഇല്ലയോ സെക്കൻഡറി. ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് മനുവേട്ടന് ഇരിക്കപ്പുറത്തില്ല. അതൊന്ന് അൺബോക്സ് ചെയ്യാണ്ട് മനുവേട്ടന് സമാധാനമില്ല. അപ്പം നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയും. അപ്പം ഞാൻ അൺബോക്സ് ചെയ്യുന്ന കാണിച്ചു തരാം. ആ
നല്ല അടിപൊളിയാണ്. ക്യാമറ കൊള്ളാല്ലേ. അപ്പോൾ ഇതാണ് സാധനം. ഇനി നമ്മളിതൊന്ന് ഫിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ഡേ ഇൻ മൈ ലൈഫ് മുന്നേ ഇപ്പോൾ എല്ലായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ഇതുവരെ എടുത്തിട്ടാന്നാണ് എൻ്റെ ഒരു ഇത്. അതായത് എൻ്റെ ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ നടന്ന ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്. ആകെ എടുക്കാത്തത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയത് എടുത്തിട്ട് അത് എനിക്ക് വിട്ടുപോയി. ബാക്കി ഏകദേശം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം എന്നെ എടുത്തിട്ടുണ്ട്. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫും അല്ലാണ്ടുള്ള വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ബായ്.